പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കിയതിനാൽ ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ നിസ്തുല്യത, ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിന് ഏത് സാഹചര്യങ്ങളിലും ഇറങ്ങിച്ചെല്ലുന്നതാണ്. നമ്മുടെ അവസ്ഥകളെ മാറ്റാൻ കഴിവുള്ളതാണ്, ശക്തിയുള്ളതാണ്. ആമേൻ. ദൈവവചനം, ദൈവവചനത്തിന്റെ ആ രഹസ്യം തിരിച്ചറിഞ്ഞ, അഥവാ രഹസ്യം എന്ന് പറയുമ്പോൾ ദൈവവചനം എന്താണ്, ദൈവവചനത്തിന്റെ പവർ എന്താണ്, ദൈവവചനം എന്തൊക്കെ ചെയ്യും എന്ന് ഒരു വ്യക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, വചനത്തെക്കുറിച്ചുള്ള അറിവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, പിന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും പതറിപ്പോകത്തില്ല. പകരമായി നമ്മളൊരു പാട്ട് പാടത്തില്ലേ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര പല്ലു തകർന്നതിനാൽ ആമേൻ ഇനി ഒട്ടും ഭയമില്ല. മൃത്യുവിനെ വെല്ലുവിളിക്കുക, സാഹചര്യങ്ങളെ നോക്കി അതിനെ അവഗണിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രാപ്തി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തിയെ തിരിച്ചറിയുക. ദൈവവചനം എത്രത്തോളം ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് എഴുതപ്പെടുന്നു, അത്രത്തോളം ആ വ്യക്തി ശക്തനായിത്തീരും, സാഹചര്യങ്ങളെ മറികടക്കുന്നവനായിത്തീരും, സാഹചര്യങ്ങളെ അതിജീവിക്കുന്നവനായിത്തീരും. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ദൈവവചനത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളും സാഹചര്യങ്ങളുടെ നടുവിൽ പതറിപ്പോകുന്നവരായിരിക്കത്തില്ല. ഹല്ലേലൂയ. തളർന്നു പോകുന്നവരായിരിക്കത്തില്ല. നമ്മൾ സാഹചര്യങ്ങൾക്കൊത്തവണ്ണം പ്രതികരിക്കുന്നവരായിരിക്കത്തില്ല. പകരമായി നമ്മുടെ അകത്തെ വെളിപ്പാടിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രതികരണം. നമ്മുടെ ദൈവവചനത്തിൽ കാണുന്നത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭ നാളുകളെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ, യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭ നാളുകൾ നാം കാണുമ്പോൾ, യേശു യോർദാനിൽ യോഹന്നാനാൽ സ്നാനപ്പെട്ടു. യോഹന്നാനാൽ സ്നാനപ്പെട്ടവനായി യേശു യോർദാനിൽ നിന്ന് കയറുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ വന്ന് യേശുവിന്റെ മേൽ വസിച്ച്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു വലിയൊരു ശബ്ദം ഉണ്ടായി. ആ ശബ്ദത്തോടെ മുഴങ്ങിക്കേട്ടപ്പോൾ ആ ശബ്ദത്തിനകത്തു നിന്ന് ഒരു 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 ബന്ധം സ്ഥാപിക്കപ്പെടുക. അതായത് അതുള്ള ബന്ധം തന്നെയാണ്, പക്ഷെ പരസ്യമായി പ്രഖ്യാപിക്കപ്പെടുക. ഇവൻ എന്റെ പ്രിയപുത്രൻ. അപ്പൊ നമ്മൾ വിചാരിച്ചേക്കാം ദൈവവും പുത്രനും അല്ല, രണ്ടും രണ്ട അല്ല. അവിടെ ഹല്ലേലൂയ, പിതാവായ ദൈവം മനുഷ്യനായി വെളിപ്പെടുന്നതാണ് അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് യേശുവിനെ ആ യോർദാന്റെ കരയിൽ നിന്ന് ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ 40 ദിവസം അവൻ ഭക്ഷിച്ചില്ല എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ 40 ദിവസമായപ്പോൾ അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന് പറഞ്ഞൊരു കാര്യമാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ അതിന്റെ 3-ാം വാക്യം. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ യേശുവിനോട് അവിടെ പരീക്ഷകൻ പറഞ്ഞ വാക്കിതാണ്, നീ ദൈവപുത്രനെങ്കിൽ, ഇഫ് യു ആർ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനാണെന്ന് തെളിയിക്കുക. അപ്പൊ അവിടെ യേശുവിനെ പ്രകോപിപ്പിക്കുകയാണ്, നീ ദൈവപുത്രൻ എന്ന് വെളിപ്പെടുത്തി. നമ്മള് ചിലപ്പോഴൊക്കെ ആളുകൾ മറ്റുള്ളവർ പറഞ്ഞ് തെറ്റ് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നവർ കണ്ടിട്ടില്ലേ? നിനക്കേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നീ മാത്രം പറഞ്ഞാലേ ശരിയാകത്തുള്ളൂ, നീ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ, അത് നിനക്കേ അതിനുള്ള ധൈര്യമുള്ളൂ. അപ്പോഴേ തെറ്റ് ചെയ്യാനായിട്ട് മറ്റുള്ളവരെ എൻകറേജ് ചെയ്ത് തെറ്റ് ചെയ്യിപ്പിക്കാൻ. അപ്പോ പ്രകോപിപ്പിക്കുക, നിനക്ക് അതൊരു വിധത്തില്. മറ്റൊരു വിധത്തിൽ പറയും, നിനക്ക് പറ്റുമേ, നീ ഒന്ന് ചെയ്തേ, നിനക്ക് സാധിക്കുമെന്ന് നോക്കട്ടെ. അപ്പോ പ്രകോപിപ്പിച്ച കാര്യങ്ങൾ ചെയ്യും. ഇവിടെ യേശുവിനടുക്കൽ വന്ന് പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ, അത് യേശുവിനോടുള്ള കൺസേൺ കൊണ്ട്, യേശുവിന്റെ വിശപ്പിനോടുള്ള കൺസേൺ കൊണ്ടല്ല അവിടെ ആ ഒരു വാക്ക് പറയുന്നത്. യേശുവിനെ ചോദ്യം ചെയ്യുക, പരീക്ഷിക്കുക, അതായിരുന്നു പിശാചിന്റെ പദ്ധതി. എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്, യേശുക്രിസ്തു അവന്റെ പ്രകോപനത്തോട് പ്രതികരിക്കാതെ, അവൻ പ്രകോപിപ്പിച്ചത് കൊണ്ട് പ്രതികരിക്കുന്നവനായിട്ടല്ല നമ്മൾ അവിടെ യേശുവിനെ കാണുന്നത്. യേശു അവിടെ പറയുന്ന ഒരു കാര്യം, മനുഷ്യപുത്രൻ. അവിടെ പിശാചു പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ, യേശു പറഞ്ഞു, ഞാൻ മനുഷ്യപുത്രനാണ്. ഞാൻ മനുഷ്യപുത്രനാകിയാൽ ഞാൻ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടും ജീവിക്കും. അപ്പൊ അവിടെ യേശുവിനെ കുറിച്ച് ശരിക്കും ഒരു റിയൽ
ദർശനം, റിയൽ യഥാർത്ഥ വെളിപ്പാട് യേശു തന്നെ തരിക. യേശു പറയുന്ന ഒരു കാര്യം, ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താനായിട്ടല്ല, ദൈവത്തിലായ ഒരു മനുഷ്യൻ ആരാണെന്ന് കാണിക്കാനായിട്ട്. ദൈവം ആഗ്രഹിച്ച ഒരു മനുഷ്യൻ, ആദാമിൽ ദൈവം എന്താണ് ആഗ്രഹിച്ചിരുന്നത്, ആദാമിലൂടെ ദൈവം എന്താണ് ചെയ്യാൻ ആഗ്രഹിച്ചത്, ആദാമിലൂടെ ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു, അത് വെളിപ്പെടുത്തുക എന്നതായിരുന്നു യേശുവിന്റെ പദ്ധതി. അതുകൊണ്ട് ഇവിടെ യേശു പറഞ്ഞത് മനുഷ്യപുത്രൻ. അവിടെ പരീക്ഷകന്റെ പ്രകോപനത്തിനൊത്തവണ്ണം പ്രതികരിക്കാതെ തന്റെ വെളിപ്പാടിനും തന്റെ സ്ഥാനത്തിനും ഒത്തവണ്ണം പ്രതികരിക്കുന്ന കർത്താവിനെ നമ്മൾ അവിടെ കാണുന്നു. പലപ്പോഴും സാഹചര്യങ്ങൾ നമ്മളെ പ്രകോപിപ്പിക്കാം. അത് നമ്മൾ കേട്ടു വളർന്ന ചില പശ്ചാത്തലങ്ങൾ, കേട്ടു വളർന്ന ചില സാഹചര്യങ്ങളുണ്ട്. അവരിങ്ങനെ പറയും, അത് ചെയ്താലെന്താ, ഇത് ചെയ്താലെന്താ, പാപം ചെയ്താലെന്താ, ഇങ്ങനെ ഒരു കാര്യം ചെയ്താലെന്താ, എന്താ കുഴപ്പം, എല്ലാരും ചെയ്യുന്നതല്ലേ, എല്ലാരും പോകുന്നതല്ലേ. അപ്പോഴ് നമ്മുടെ സാഹചര്യങ്ങളെ പ്രകോപിപ്പിക്കുന്നത് പോലെ ചുറ്റുപാടുകളിൽ സാഹചര്യങ്ങൾ വരുമ്പോൾ, നമുക്ക് വിരോധമായ കാര്യങ്ങൾ നിൽക്കുമ്പോൾ, അവിടെയാണ് ഒരു 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 വ്യക്തിയുടെ അകത്ത് അവൻ ആരാണെന്നും അവന്റെ വിളി എന്താണെന്നുള്ള യഥാർത്ഥ ബോധ്യം വെളിപ്പെടേണ്ടത്. ചുറ്റുപാടുകൾ നമ്മളെ പ്രകോപിപ്പിക്കുന്നത് നമ്മളെ തെറ്റായ നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനായിട്ട്. അതായത് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇവിടെ യേശു ദൈവത്തിന്റെ പുത്രനാണ്. പക്ഷെ ഇവിടെ യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു ദൗത്യത്തോടു കൂടെ. ഇവിടെ താൻ ആരാണെന്ന്, അല്ലെങ്കിൽ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്നതിനപ്പുറത്ത്, തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുക എന്നതിനപ്പുറത്ത് പിതാവിന്റെ പദ്ധതി നിവർത്തിക്കാനായിട്ടാണ് യേശു വന്നിരിക്കുന്നത്. ഇന്ന് ലോകത്ത് പലപ്പോഴും പ്രിയപ്പെട്ടവർ നമ്മുടെ ഇമോഷനെ വെളിപ്പെടുത്താനായിട്ട്, നമ്മുടെ ഇമോഷൻ അനുസരിച്ച് നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ചുറ്റും വന്നേക്കാം. ക്ഷമിക്കാതിരിക്കാൻ, ഉപദ്രവിക്കാൻ, കുറ്റം പറയാൻ, തള്ളിപ്പറയാൻ, പാപം ചെയ്യാൻ, പ്രകോപനപരമായ സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ ഉണ്ടായേക്കാം. പക്ഷെ പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ മറ്റുള്ളവരെ പ്രകോപിക്കപ്പെടുന്നതിനനുസരിച്ച് പ്രതികരിക്കാനുള്ളവരല്ല. നമ്മുടെ മേലൊരു വിളി കിടപ്പുണ്ട്. അതൊരു അസാധാരണ വിളിയാണ്. ഹല്ലേലൂയ. ആ വിളിക്കകത്തുള്ള പദ്ധതി എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. നിങ്ങൾ എവിടെയാണോ ഇപ്പൊ വെല്ലുവിളി നേരിടുന്നത്, ആ വെല്ലുവിളിയിൽ തന്നെ നിങ്ങൾ ഉയർത്തി കാണിക്കുക എന്ന ദൈവത്തിന്റെ പദ്ധതിയാണ്. ചിലർ പറയും, നിനക്ക് തന്റെ ഇടം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേ. നമ്മൾ അവിടെ നമ്മുടെ തന്റെ ഇടം കാണിക്കാനുള്ളവരല്ല. ദൈവ ശബ്ദത്തിന് കീഴ്പ്പെടുക എന്നുള്ളതാണ്. ദൈവ ശബ്ദത്തിന് നാം കീഴ്പ്പെടുമ്പോൾ ദൈവമാണ് നമുക്ക് ധൈര്യമുണ്ടോ, നമുക്ക് കഴിവുണ്ടോ, നമുക്ക് ബലമുണ്ടോ എന്ന് പ്രൂവ് ചെയ്യിക്കുന്നത് കർത്താവിന്റെ പദ്ധതിയാണ്. കർത്താവ് ചെയ്യും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്നൊക്കെ നമ്മൾ പറയാറില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഞാൻ ചെയ്തു പോയത്. നിങ്ങളുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ സമ്മർദ്ദത്തിൽ കൊണ്ടുപോയിടാം. എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ ആരാന്നോ തെളിയിച്ച് കാണിച്ചേ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇവിടെ വചനത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, കർത്താവിന്റെ മറുപടി ഇതായിരുന്നു. കർത്താവ് പറഞ്ഞ മറുപടി ഇതാണ്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ ജീവൻ ആധാരമായിരിക്കുന്നത് അപ്പം മാത്രമല്ല, ദൈവവചനമാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനം ഒരുവന്റെ അകത്തുണ്ടെങ്കിൽ, അതായത് അവിടെ പിശാച് ദൈവത്തിന്റെ, യേശുക്രിസ്തുവിന്റെ ഫിസിക്കൽ നീഡിനെ, ആ മെറ്റീരിയൽ, അതായത് വസ്തുക്കൾ കൊണ്ട്, ശരീരത്തിന്റെ ഭൗമികമായ ആവശ്യങ്ങളെ വസ്തുക്കൾ കൊണ്ട് നിവർത്തിക്കാനായിട്ട് പിശാച് അഡ്വൈസ് ചെയ്യുമ്പം കർത്താവിന് ഒരു കാര്യം പറയാനുണ്ട്. ഞാനിവിടെ നിൽക്കുന്നത് ഭൗതികമായ വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു ജീവനെ വെളിപ്പെടുത്താനായിട്ടല്ല, ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവൻ. വചനത്തിൽ ഒരുവൻ ഉറച്ചു നിന്നാൽ അവൻ ആരായി തീരുമെന്ന് വെളിപ്പെടുത്താനായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിങ്ങളെ ഒരു വ്യക്തി സഹായിച്ചാൽ എങ്ങനെയായിരിക്കും എന്ന് വെളിപ്പെടുത്താനായിട്ടല്ല കർത്താവ്, ഹല്ലേലൂയ, നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ വിചാരിച്ചേക്കാം, കർത്താവേ, ഇന്നാളുടെ ഹൃദയത്തെ തൊടണം, അയാളുടെ ഹൃദയത്തെ തൊടണം, ആ വ്യക്തി ഒന്ന് സഹായിച്ചാൽ. പ്രിയപ്പെട്ട കർത്താവിന്റെ പദ്ധതി, ഒരു സ്ഥലത്ത് നിങ്ങൾ പോയാൽ, ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ നിന്നാൽ, ഒരു പ്രസ്ഥാനം നിങ്ങളുടെ കൂടെ നിന്നാൽ, നിങ്ങൾ എന്തായി തീരുമെന്ന് വെളിപ്പെടുത്താനായിട്ടല്ല കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ വിളിച്ച വിളിയുടെ പുറകിൽ കർത്താവിന്റെ ഒരു പദ്ധതിയുണ്ട്. വചനത്തിൽ വിശ്വസിക്കുന്നവൻ, വചനത്തെ തിരിച്ചറിഞ്ഞവൻ, ദൈവവചനത്തിന് വില കൊടുക്കുന്നവൻ എന്തുവരെയാകും, എവിടെ വരെയാകും, അവന്റെ ജീവിതം എന്തായി തീരുമെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് കർത്താവ് നിങ്ങളെ നിർത്തിയിരിക്കുന്നത്.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങള്, നിങ്ങൾ ഇപ്പോൾ കാണുന്ന അവസ്ഥകളുടെ നടുവിൽ, ആ അവസ്ഥകളുടെ മുമ്പിൽ നിങ്ങൾ തലകുനിച്ച് നിൽക്കാതെ നിങ്ങളോട് തന്നെ ഒന്ന് പറയാമോ, എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം. എന്നെ വിളിച്ച ദൈവം, എന്നെ തെരഞ്ഞെടുത്ത ദൈവം, ഇവിടെ ഒരു വ്യക്തി എന്നെ സഹായിച്ചാൽ, ഒരു സമൂഹം എന്നെ സഹായിച്ചാൽ, ഒരു സാഹചര്യം എനിക്ക് അനുകൂലമായിട്ട് വന്നാൽ എന്തായി തീരുമെന്ന് കാണിക്കാനായിട്ടല്ല എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. എന്റെ ജീവിതത്തിനകത്ത് കർത്താവിന് ഒരു അസാധാരണമായ പദ്ധതിയുണ്ട്. ആ പദ്ധതി അകത്തുള്ള ദൈവിക നിയോഗത്തിന്റെ നിവർത്തിക്ക് വേണ്ടിയിട്ടാണ് കർത്താവിനെ നിർത്തിയിരിക്കുന്നത്. ആ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ആ ബോധ്യം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറി മറിയും, നിങ്ങളുടെ അവസ്ഥകൾ മാറി മറിയും. നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിന് അതീതമായി, നിങ്ങൾ വിചാരിക്കുന്നതിന് അതീതമായി, നിങ്ങളുടെ അറിവിനും നിങ്ങളുടെ പ്രാപ്തിക്കും അതീതമായി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവ മഹത്വത്തിന്റെ വെളിപ്പാട്, ചുറ്റുപാടുകൾ കാണത്തക്ക നിലയിൽ വെളിപ്പെടാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ഒരിക്കലും നിങ്ങളെ ഹല്ലേലൂയ തളർത്തിക്കളയരുത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും ഹല്ലേലൂയ പ്രതിസന്ധികൾ നിങ്ങളെ തളർത്തരുത്, പ്രതികൂലങ്ങൾ നിങ്ങളെ തളർത്തരുത്, ചുറ്റുപാടുകൾ നിങ്ങളെ പ്രകോപിപ്പിക്കരുത്. പകരമായി നിങ്ങളുടെ അകത്ത് ദൈവവചനത്തിന്റെ ആഴം ആ വ്യക്തത തിരിച്ചറിയുമ്പോൾ നിങ്ങളിവിടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ എന്റെ കർത്താവിന് കഴിയും. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യത്തോടെ, അതായത് വചനമാണ് എന്നെ വെല്ലുവിളിക്കുന്ന, എന്നെ പ്രകോപിപ്പിക്കുന്ന ചില കാര്യങ്ങൾക്ക് കീഴ്പ്പെട്ട് നിൽക്കാനല്ല എന്റെ അകത്ത് കിടക്കുന്ന വിളി. ആമേൻ. എന്റെ അകത്തുള്ള വിളി അതിന് അതീതമായതാണ്. എന്റെ അകത്ത് കിടക്കുന്ന നിയോഗം അതിന് അതീതമാണെന്നുള്ള ബോധ്യം എന്റെ അകത്ത് വരുമ്പോഴാണ് ആമേൻ എന്റെ സാധ്യതകളെ ഹല്ലേലൂയ ഞാൻ നോക്കി പുഞ്ചിരിച്ചു തൂകുന്നവനായിട്ടല്ല, എന്റെ അസാധ്യതകളുടെ നടുവിലും ഞാൻ ചിരിക്കുന്നവനായി നിൽക്കും. ആമേൻ, ഹല്ലേലൂയ. സാധ്യതകളുടെ നടുവിൽ നിലവിളിക്കുകയും അസാധ്യതയുടെ നടുവിൽ പുഞ്ചിരിക്കുകയും, അസാധ്യതകളുടെ നടുവിൽ ഞാൻ നിലവിളിക്കുകയും സാധ്യതകളുടെ നടുവിൽ ചിരിക്കുന്നവനുമായിരിക്കത്തില്ല. ഞാൻ അസാധ്യതകളുടെ നടുവിലും ചിരിക്കും, സാധ്യതയുടെ നടുവിലും ചിരിക്കും. കാരണം എന്റെ കാരണം കർത്താവ്. അസാധ്യതയുടെ നടുവിലും അതേ കർത്താവ് എന്റെ കൂടെ. ഈ അസാധ്യതയും സാധ്യമാക്കി തീർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള ബോധ്യമാണ് എന്നെ നിർത്തുന്നത്. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളെ ഹല്ലേലൂയ തളർത്തി കളയുന്നതായിരിക്കാം, നിങ്ങളെ നിരാശപ്പെടുത്തുന്നതായിരിക്കാം, ചോദ്യം ചെയ്യുന്നതായിരിക്കാം. ഒന്ന് ജീവിച്ച് കാണിച്ചേ, ഒന്ന് ചെയ്ത് കാണിച്ചേ. നിങ്ങൾ വിശ്വാസത്തിൽ ഇറങ്ങിയതല്ലേ, നിങ്ങൾ കർത്താവിനെ അറിഞ്ഞ് കർത്താവ് നിങ്ങളെ നടത്തുമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എന്തായി? നിങ്ങളുടെ ചുറ്റുപരിപക്ഷ ചോദ്യങ്ങളുടെ ഹല്ലേലൂയ ഒരു വലിയ കൂട്ടമായിരിക്കാം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ മറന്നു പോകരുത്, ഹല്ലേലൂയ, ആ ചോദ്യങ്ങളുടെ മുഴുവൻ മറുപടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അത് അവൻ തന്നെ അത് പ്രൂവ് ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരിക്കലും മറക്കരുത്, ജീവിതത്തിനകത്തുള്ള ഈ ഒരു സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെല്ലുവിളികളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് സമ്മർദ്ദങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിന്റെ സമ്മർദ്ദത്താൽ കീഴ്പ്പെടരുത്. നിങ്ങൾ ആ സമ്മർദ്ദത്തിന് അതീതമായി, ആ വെല്ലുവിളികൾക്ക് അതീതമായ ഒരു സ്റ്റെപ്പ് നിങ്ങളിൽ ഉണ്ടാവണം. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറക്കരുത്. ചിന്തിച്ചു നോക്കിക്കേ, ഇവിടെ കർത്താവിന്റെ അടുക്കൽ പിശാച് പരീക്ഷകൻ വന്ന് പറഞ്ഞ കാര്യമാണ് ഈ കല്ലിനെ അപ്പമാക്കി തീർക്കുക. കർത്താവ് അതിന് മറുപടി പറഞ്ഞ് അവിടെ ഒരു അത്ഭുതം ചെയ്യാനായിട്ട് കർത്താവ് സമയമെടുത്തില്ല. കർത്താവ് പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അവിടെ കർത്താവ് ഹല്ലേലൂയ അവിടെ കർത്താവ് ആ ഒരു കാര്യം ചെയ്തില്ല. ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്താനായിട്ട് അവിടെ ആ ഒരു കാര്യം ചെയ്തില്ല. പക്ഷെ കർത്താവിനറിയാം അത് പ്രൂവ് ചെയ്യുന്നത് സ്വർഗത്തിന്റെ പദ്ധതിയാണ്, സ്വർഗത്തിന്റെ ഉത്തരവാദിത്വമാണ്. പ്രിയപ്പെട്ടവർ, ചിന്തിച്ചു നോക്കുക. യേശുക്രിസ്തു ഹല്ലേലൂയ പിന്നത്തതിൽ ഉപവാസമൊക്കെ കഴിഞ്ഞു. അതിനെല്ലാം ശേഷം വചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 1-ാം വാക്യം കാണുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ ആത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പോയി. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പുറപ്പെട്ടു. ഇവിടെ പിശാച് പരീക്ഷകൻ വന്ന് പറഞ്ഞു, ഈ കല്ലിനെ അപ്പമാക്കി തീർക്കും, നീ ദൈവപുത്രനാണെന്ന് തെളിയിച്ച് ഈ കല്ലിനെ അപ്പമാക്കി തീർക്കും. കർത്താവ് അത് ചെയ്തില്ല. പക്ഷെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഗലീലയിലേക്ക് പുറപ്പെട്ടു പോയവനായ യേശു ദേവാലയത്തിൽ ചെന്ന് തിരുവെഴുത്ത് വായിക്കാനായിട്ട് തുറന്നപ്പോ അവിടെ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ആമേൻ, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ഞാൻ അഭിഷേകം പ്രാപിക്കപ്പെട്ടവനാണ്. കർത്താവ് പറഞ്ഞു, ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ടാവും.
ആ പ്രഖ്യാപനത്തോടുകൂടെ പിന്നത്തെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ കർത്താവ് ദേവാലയത്തിൽ പോയപ്പോ അവിടെ പിശാചിൻ അശുദ്ധാത്മാവിനാൽ ബാധിക്കപ്പെട്ട ഒരുവൻ അവൻ നിലവിളിക്കാൻ തുടങ്ങി. അശുദ്ധാത്മാവ് നിലവിളിക്കാൻ തുടങ്ങി, നീ ദൈവത്തിന്റെ പുത്രനാണ്, നീ ദൈവത്തിന്റെ പുത്രനാണ്. ആമേൻ. പ്രിയപ്പെട്ടവർ, ചിന്തിച്ചു നോക്കുക, ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കാനായിട്ട് പരീക്ഷകൻ അവിടെ പറഞ്ഞപ്പോൾ കർത്താവ് അതിനോട് പ്രതികരിച്ചില്ല. എന്നാൽ പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, അത് മരുഭൂമിയിൽ രഹസ്യമായിട്ടാണെങ്കിൽ ഇത് പരസ്യമായിട്ട് പിശാച് വിളിച്ചു പറയുക, നീ ദൈവത്തിന്റെ പുത്രനാണ്, നീ ദൈവത്തിന്റെ പുത്രനാണ്, നീ ദൈവത്തിന്റെ പുത്രനാണ്. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം, ഹല്ലേലൂയ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പത്രോസ് ഇങ്ങനെ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. അപ്പൊ അവിടെ ചിന്തിച്ചു നോക്കുക, അവിടെ എല്ലാം ഹല്ലേലൂയ, ഇവിടെ മരുഭൂമിയിൽ വെച്ച് യേശു താൻ ക്രിസ്തുവാണ്, താൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് തെളിയിക്കാനായിട്ട് ഒരു അത്ഭുതം ചെയ്തില്ല. എന്നാൽ പിന്നത്തതിൽ അത്ഭുതങ്ങൾ വിളിച്ചു പറഞ്ഞു, ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്, ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്. ആമേൻ. അവിടെ പുരുഷാരത്തിനിടയിൽ അവിടെ പല വിധത്തിലുള്ള ഭിന്നതകൾ അവരുടെ ഇടയിൽ ഉണ്ടായി. ഒരു കൂട്ടർ പറഞ്ഞു ഇവൻ എങ്ങനെ ദൈവപുത്രനാണെന്നത്, ഒരു കൂട്ടർ ദൈവത്തിന്റെ പുത്രൻ അല്ലെങ്കിൽ എങ്ങനെ ഇവനിത് ചെയ്യാൻ സാധിക്കും. അതെ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു അത്ഭുതം വേണ്ട എന്ന് പഠിച്ചപ്പോ, അല്ലെങ്കിൽ ഒരു അത്ഭുതം ചെയ്ത് ഞാൻ പുത്രനാണെന്ന് തെളിയിക്കപ്പെടേണ്ട ആവശ്യമില്ലെന്ന് കർത്താവ് വെച്ചപ്പോ, പിന്നത്തെ ഓരോ അത്ഭുതങ്ങളും കണ്ടപ്പോ ലോകം വിളിച്ചു പറയാൻ തുടങ്ങി, ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്, ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ആരാണെന്ന്, നിങ്ങൾ എന്താണെന്ന് വെളിപ്പെടുത്തേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. നിങ്ങൾക്ക് വേണ്ടി കർത്താവ്, ഹല്ലേലൂയ, ആമേൻ, നിങ്ങളിലെ അഭിഷേകത്തെ, നിങ്ങളിലെ വിളിയെ തെളിയിക്കുന്നത് അവൻ നോക്കിക്കൊള്ളും, അവൻ അതിനെ നിവർത്തിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നവരെങ്കിലും, ഏതൊക്കെ വെല്ലുവിളികൾ നിങ്ങളെ തളർത്തിക്കളയുന്നെങ്കിലും തളരരുത്, പതറരുത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് തന്നെ പറയണം, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞ് ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ അറിഞ്ഞത്, കർത്താവിന് വേണ്ടി നിൽക്കുന്നത്, ഞാൻ കർത്താവിൽ എന്താണെന്ന് തെളിയിക്കപ്പെടേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ല, എന്നെ അയച്ചവൻ ചെയ്തോളും, എന്നെ അയച്ചവൻ അത് ചെയ്തോളും. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഉള്ളിൽ ആ ബോധ്യം അവൻ ആഴമായി ഉറക്കട്ടെ, ആഴമായി പതിയട്ടെ. ലോകത്തിന് തൊടാൻ കഴിയാതെ വണ്ണം, ലോക ശക്തിക്ക് തൊടാൻ കഴിയാതെ വണ്ണം, മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളിൽ ഹല്ലേലൂയ വീര്യപ്രവർത്തികൾ ചെയ്യാൻ കർത്താവിന് കഴിയും. കർത്താവ് ചെയ്യും, നിങ്ങളിലൂടെ തന്നെ അത് ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമുക്കറിയാം, ആമേൻ, യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് അവിടെ കൂടിയിരുന്നവർ പല രീതിയിൽ യേശുവിനെ പരിഹസിച്ചു, പല രീതിയിൽ പരിഹസിച്ചു. യേശുവിനോട് മഹാപുരോഹിതൻ ചോദിച്ചു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്? യേശു പറഞ്ഞു, അതെ. അപ്പോഴ് മഹാപുരോഹിതൻ വസ്ത്രം കീറിട്ട് പറഞ്ഞു, ഇവന്റെ വായിൽ നിന്ന് തന്നെ ദൈവദൂഷണം കേട്ടിരിക്കുക, ഈ മരണത്തിന് യോഗ്യനാണ്. അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ക്രൂശിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അവർ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ക്രൂശിൽ നിറങ്ങി വരട്ടെ, ഇവൻ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ക്രൂശിൽ നിറങ്ങി വരട്ടെ. ശുശ്രൂഷയുടെ ആരംഭത്തിൽ ചോദിച്ച അതേ ചോദ്യം ആമേൻ അവരുടെ ക്രൂശിലും ചോദിക്കുക. ക്രൂശിൽ വെച്ചും അവർ പറയും, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഇറങ്ങി വാ, നീ ദൈവത്തിന്റെ പുത്രനെന്ന് തെളിയിക്കാൻ ഇതുപോലൊരു വേറൊരു സന്ദർഭമില്ല. കാരണം ഇവിടെ ചുറ്റുപാട് ജനം കൂടി നിൽക്കുക. ഇത്രയും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേറെ കിട്ടത്തില്ല. ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഇറങ്ങി വരാനായിട്ട് പ്രൊവോക്ക് ചെയ്തപ്പോ ആമേൻ യേശു ഹല്ലേലൂയ അതിനോട് പ്രതികരിച്ചെന്ന് നമ്മൾ വചനത്തിൽ കാണുന്നില്ല. ആമേൻ. അവിടെയും യേശുവിന് ഒരു ബോധ്യം ഉണ്ടായിരുന്നു, എന്നെ അയച്ചവൻ, ഹല്ലേലൂയ, എന്നെ നിയോഗിച്ചവൻ, എന്റെ മേലൊരു അഭിഷേകത്തെ പകർന്നവൻ, എന്നെ വിളിച്ചവൻ, അവന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അവന്റെ ഉത്തരവാദിത്വമാണ്. ആമേൻ. എന്നിലെ അഭിഷേകത്തെ വെളിപ്പെടുത്തേണ്ടത്, എന്നിലെ പുത്രത്വത്തെ വെളിപ്പെടുത്തേണ്ടത്, എന്റെ പദവിയെ വെളിപ്പെടുത്തേണ്ടത് അവന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അവന്റെ ഉത്തരവാദിത്വമാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ആ വചനത്തിൽ കാണുന്ന ഒരു കാര്യം ഇതാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അവിടെ നാം വചനത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമുക്ക് ആമേൻ അവിടെ യേശു ക്രിസ്തു അതിനോട് പ്രതികരിച്ചില്ല, എന്നാൽ സ്വർഗം അതിനോട് പ്രതികരിച്ച വിധം ഹല്ലേലൂയ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികള് അതിന്റെ 2-ാം അധ്യായത്തില് പത്രോസ് ആമേൻ തന്റെ ഹല്ലേലൂയ ആദ്യത്തെ പ്രസംഗം ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ആമേൻ ആ മാളിക മുറിയിൽ കൂടിയിരുന്ന അത്രയും പേരും ആത്മാവിനെ നിറഞ്ഞ് ആമേൻ അന്തരീക്ഷം മാറി ചുറ്റുപാടുമുള്ളവരെല്ലാം ഓടിക്കൂടി നിൽക്കുന്ന സമയത്ത് അവിടെ പത്രോസ് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്. ഹല്ലേലൂയ. അതിന്റെ 2-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 23-ാം വാക്യം. നസ്രേന യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഇപ്പൊ ഇവിടെ പറയുന്നത് അവന് വിരോധമായി അവന്റെ ശരീരത്തിൽ മരണകരമായ മുറിവുകൾ ഏൽപ്പിക്കുന്നത് വരെ, മരണത്തിലേക്ക് നടത്തുന്നവരെ നിങ്ങൾ ചെയ്തു. പക്ഷെ ദൈവമോ മരണപാശങ്ങൾ അഴിച്ചിട്ട് അവനെ ഉയർപ്പിച്ചു. അത്
24 വാക്യത്തിൽ പറയുമ്പോൾ 36 വാക്യം ഇങ്ങനെ പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. അവൻ ഇസ്രായേൽ ഗ്രഹത്തിനൊക്കെയും ഇസ്രായേൽ ഗ്രഹത്തിനൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ, യേശു ആമേൻ നീ ദൈവത്തിനെങ്കിൽ താഴേക്കിറങ്ങി വന്ന് അവര് വെല്ലുവിളിച്ചപ്പോൾ യേശു പ്രതികരിച്ചില്ല. പക്ഷെ സ്വർഗം പ്രതികരിച്ച വിധം നിങ്ങൾ മനസ്സിലാക്കണം. മരണവാശങ്ങൾ അഴിച്ചിട്ട് അവനെ പുറത്തു കൊണ്ടുപോകും. മരണവാശങ്ങളെ അഴിച്ച് അവനെ പുറത്തു കൊണ്ടുപോകും. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ വചനത്തിൽ കാണുന്നത് അവനെ, ഹല്ലേലൂയ. 36 വാക്യം, ആകിയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. നീ ക്രിസ്തുവാണെന്നുള്ളതായിരുന്നു ചോദ്യം. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ക്രിസ്തുവെങ്കിൽ ഇറങ്ങി വാ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവാണ് എന്ന് തെളിയിക്കപ്പെട്ടത് അവരുടെ വാക്കുകളിലൂടെയല്ല, ഇല്ലെങ്കിൽ യേശുവിന്റെ ക്രൂശിൽ നിന്നുള്ള ചാട്ടത്തിൽ കൂടെയല്ല, അവൻ ഉയർപ്പിലൂടെ തെളിയിക്കപ്പെട്ടു അവൻ ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, സമ്മർദ്ദങ്ങൾ നിങ്ങളുടെ ചുറ്റും വന്ന് നിങ്ങളെ ഞെരുക്കിക്കോട്ടെ, ഹല്ലേലൂയ, അവിടെ നിങ്ങൾ പതറരുത്, അവിടെ നിങ്ങൾ തളരരുത്, അവിടെ നിങ്ങൾ ഹല്ലേലൂയ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ അകത്തുള്ള ബോധ്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. നിങ്ങൾ അതിനോട് പ്രതികരിക്കാൻ പോകണ്ട. നിങ്ങളുടെ വാക്കുകൊണ്ട് പ്രതികരിക്കേണ്ട, നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് പ്രതികരിക്കേണ്ട, നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് പ്രതികരിക്കേണ്ട, നിങ്ങളുടെ മുഖഭാവം കൊണ്ട് പ്രതികരിക്കേണ്ട. പ്രതികരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെങ്കിലും ഹല്ലേലൂയ വെല്ലുവിളികളുടെ മുമ്പിൽ നിൽക്കുകയാണോ? ഹല്ലേലൂയ നിങ്ങൾ നിരാശപ്പെട്ടവരായിട്ട് നിൽക്കുകയാണോ? ആമേൻ, ഹല്ലേലൂയ. സ്വർഗം ഹല്ലേലൂയ നിങ്ങളോട് പറഞ്ഞ ദൂത് നിവർത്തിക്കാൻ ഇന്നും ആമേൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുക. ഹല്ലേലൂയ, ആമേൻ. അവിടെ ദൈവത്തിനെങ്കിൽ കല്ലിനെ അപ്പമാക്കി തീർക്കാൻ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ കർത്താവ് അത് ചെയ്തില്ല. കർത്താവിന് ഒരു കാര്യം അറിയാം, അത് സ്വർഗത്തിന്റെ ഉത്തരവാദിത്തമാണ്. പിന്നത്തതിൽ ഹല്ലേലൂയ അത്ഭുതങ്ങൾ നടന്നപ്പം ആമേൻ ലോക ജനം വിളിച്ചു പറഞ്ഞു, ഇവൻ ക്രിസ്തുവാണ്. ആമേൻ. പിശാചിന്റെ കോട്ടകളെ തകർത്ത് അവൻ എഴുന്നേറ്റ് നിന്നപ്പോൾ, ആത്മാവിന്റെ ശക്തിയോടെ യേശു പുറപ്പെട്ടു പോയപ്പോൾ പിശാച് വിളിച്ചു പറയാൻ തുടങ്ങി, ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്. ഇവിടെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് അവർ ഒന്നടങ്കം യേശുവിനെ വെല്ലുവിളിച്ചപ്പോൾ യേശു പ്രതികരിച്ചില്ല. എന്നാൽ 3-ാം നാൾ കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇന്നും ലോക സംഭവത്തെ, ലോക ചരിത്രത്തെ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷമെന്ന് വേർതിരിച്ചു നിർത്തത്തക്കവണ്ണം അതെ ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെട്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എന്തുമാകട്ടെ ഹല്ലേലൂയ നിങ്ങൾ പ്രതികരിക്കേണ്ട. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതെ, ദൈവജനം അടിമത്വത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോ, വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രമധ്യേ ചെങ്കടലിന് മുമ്പിൽ വന്നപ്പോ മോശ ജനത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ വിട്ടാതിരിപ്പിൻ, യഹോവ നിങ്ങൾക്ക് യുദ്ധം ചെയ്യും. നിങ്ങളുടെ വിളി എന്താണ്? നിങ്ങൾ എടുത്ത സ്റ്റെപ്പ് ശരിയോ തെറ്റോ അത് പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. കർത്താവ് നോക്കിക്കോളും. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് അതിനെ നോക്കിക്കോളും. നിങ്ങൾ നിരാശപ്പെടണ്ട, നിങ്ങൾ തളർന്നു പോകണ്ട. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. യേശു അവിടുന്ന് ഹല്ലേലൂയ അവൻ ക്രൂശിൽ ഇറങ്ങി വന്നില്ല. പക്ഷെ സ്വർഗത്തിലെ അപ്പൻ അവനെ കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് ക്രിസ്തുവും കർത്താവുമാക്കി വെച്ചു. ഇന്ന് ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, അതേ ദൈവം ഇന്നും ക്രിസ്തുവിനെ മരിച്ചവരെ ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. റോമാലേഖനം 8-ാം വാക്യം. അതേ ആത്മാവ്, അതേ ജീവൻ നിങ്ങളിലുണ്ട്, അതേ അഭിഷേകം നിങ്ങളിലുമുണ്ട്, അതേ ജീവൻ നിങ്ങളിലുമുണ്ട്. നിങ്ങളിൽ ഇന്നും അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ലോകം നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കേണ്ട. നിങ്ങളെ വിളിച്ചവൻ, നിങ്ങളെ അഭിഷേകിച്ചവൻ, നിങ്ങളുടെ അഭിഷേകം ശരിയോ തെറ്റോ അവൻ പ്രൂവ് ചെയ്തോളും, അവൻ അതിനെ വെളിപ്പെടുത്തിക്കോളും. ഹല്ലേലൂയ. നിങ്ങളുടെ വെളിപ്പാട്, നിങ്ങളായിരിക്കുന്ന ആമേൻ, ഹല്ലേലൂയ, നിങ്ങളായിരിക്കുന്ന ദർശനം ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. പക്ഷെ അത് ശരിയോ തെറ്റോ എന്ന് കർത്താവ് പ്രൂവ് ചെയ്തോളൂ. നിങ്ങൾ അതിനു വേണ്ടി ഓടണ്ട. ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ചിലപ്പോൾ പല ചോദ്യങ്ങളുടെ മുമ്പിലായിരിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും, നിങ്ങളുടെ ജോലി എന്താകും, നിങ്ങളുടെ ഭാവിയിൽ ഇങ്ങനെ സംഭവിച്ചാൽ അതെങ്ങനെ, പലതരത്തിലെ ചോദ്യങ്ങളുടെ മുമ്പിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. ഞാൻ പറയട്ടെ, ആ ചോദ്യങ്ങളുടെ മറുപടി നിങ്ങൾ പറയണ്ട. നിങ്ങൾ അതിന്റെ പുറകിൽ അധ്വാനിക്കാൻ വേണ്ട. ചിലപ്പോൾ ചിലർ ചിന്തിക്കാറില്ലേ, ഇതൊക്കെ ആയിട്ട് വേണം എന്നോട് ചോദ്യം ചെയ്തതോട് ഒന്നും മറുപടി പറയാനായിട്ട്. നിങ്ങൾ മറുപടി പറയണ്ട, സ്വർഗം പറഞ്ഞുകൊള്ളും, കർത്താവ് പറഞ്ഞുകൊള്ളും. അതുകൊണ്ട് നിങ്ങൾ മറുപടി പറയാനായിട്ട് ഓടണ്ട. മറുപടി പറയുന്നവരുണ്ട്, അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. സ്വസ്ഥമായിരിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ,
ഈ ഹല്ലേലൂയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിനകത്ത് കർത്താവിന്റെ അസാധാരണമായ മഹത്വം ഒന്ന് വെളിപ്പെടട്ടെ. അവസ്ഥകളെ മാറ്റി മറിക്കുന്ന ദൈവകരം, അതേ കർത്താവ്, ജീവിതത്തിനകത്ത് ആമേൻ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ശക്തനായവൻ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കർത്താവ്, അവരുടെ ജീവിതത്തിൽ അവരുടെ ആവശ്യങ്ങളിൽ വെളിപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ ഒരു ദൈവപ്രവൃത്തി നടക്കട്ടെ. അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറട്ടെ. അവർ എഴുന്നേറ്റ് പ്രകാശിക്കത്തക്കോണം അവർ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പല വിധത്തിൽ വെല്ലുവിളികളുടെ മുമ്പിൽ നിൽക്കുന്നവർ വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട്, അവർ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ട്, അവർ വിശ്വാസത്തിലെ സ്റ്റെപ്പുകൾ എടുത്തിട്ട് ആമേൻ ചില മേഖലകളിൽ നിന്ന് ചോദ്യം ചെയ്ത പോലെ നിൽക്കുകയാണെങ്കിൽ കർത്താവേ, ആമേൻ കർത്താവ് തന്നെ ആമേൻ ക്രിസ്തുവിനെ ആമേൻ ഹല്ലേലൂയ വചനത്തിൽ അവനെ ഉയർപ്പിച്ചിട്ട് അവനെ ക്രിസ്തുവും കർത്താവുമാക്കി വെച്ചു എന്ന് ഹല്ലേലൂയ അവിടെ എല്ലായിടത്തും പ്രസിദ്ധമായി എന്ന് പറയുമ്പോൾ, അതേ കർത്താവേ, രഹസ്യമായിട്ടല്ല, ലോകം തിരിച്ചറിയത്തക്കോണം ഇന്ന് രഹസ്യമായി നിന്ദിക്കപ്പെടുമ്പോൾ, രഹസ്യമായിട്ട് തളരുമ്പോൾ, രഹസ്യമായി കരയുമ്പോൾ, രഹസ്യമായി പതറിയിരിക്കുമ്പോൾ, അതേ കർത്താവേ, ആരോടും പറയാതെ നെടുവീർപ്പിട്ട് അകത്ത് ഭാരത്തോടിരിക്കുമ്പോൾ കർത്താവ് ഇന്ന് ഹല്ലേലൂയ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ തന്നെ അവരായിരിക്കുന്ന ഭവനത്തിനകത്ത്, അവരായിരിക്കുന്ന ഓഫീസ് റൂമില്, അവരായിരിക്കുന്ന വാഹനത്തിനകത്ത് അസാധാരണമായ നിലങ്ങളുടെ സാന്നിധ്യവും നിറങ്ങട്ടെ കർത്താവ്. ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം സംഭവിക്കട്ടെ കർത്താവ്. ഹല്ലേലൂയ. അവർ നിന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവരുന്ന്, നിന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുന്ന്, നിന്നാൽ നിയോഗിക്കപ്പെട്ടവരുന്ന് വെളിപ്പെടുന്ന പോലെ ഒരു അത്ഭുത പ്രവൃത്തി ഇപ്പോൾ തന്നെ അവരിൽ സംഭവിക്കട്ടെ കർത്താവ്. ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ അസാധാരണ പ്രവൃത്തി അവർ വെളിപ്പെടുന്നതിനായി സ്തോത്രം. രോഗത്തിന്റെ അവസ്ഥകൾ, ആ രോഗത്തിന്റെ ആ കാഠിന്യം ആമേൻ അത് ഹല്ലേലൂയ കർത്താവിന്റെ വചനത്തെ നിർവീര്യമാകട്ടെ, നിർവീര്യമാകട്ടെ, നിർവീര്യമാകട്ടെ. ബലഹീനതകൾ മാറട്ടെ. ഈ ദിവസങ്ങളിൽ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും തുറന്നു വരട്ടെ കർത്താവ്. സാമ്പത്തികമായി പ്രത്യേകിച്ച് കർത്താവ് ഹല്ലേലൂയ ചില വെല്ലുവിളികളുടെ മുമ്പിൽ മാത്രമല്ല, ജീവിതത്തിൽ അടുത്തൊരു മാർഗമില്ല, ഇനി എന്ത് ചെയ്യാൻ കഴിയും, ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ല എന്നത്തോളം നിരാശയിലായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവിന്റെ അസാധാരണമായ ജീവൻ അവർ വെളിപ്പെട്ട കർത്താവെ, അവരെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അവരുടെ മുമ്പിൽ വഴികളെ തുറന്നു. ഹല്ലേലൂയ. അന്ന് 5 അപ്പം കൊണ്ട് 5000 പേര് പോഷിപ്പിച്ചവൻ. ഹല്ലേലൂയ. മരുഭൂമി മന്ന കൊടുത്ത് അവരെ നടത്തിയവൻ കർത്താവെ. ഈ ദിവസങ്ങളിൽ ആവശ്യങ്ങളിരിക്കുന്നവർക്ക് കർത്താവ് തന്നെ വഴികളെ തുറന്നു. അൺഎക്സ്പെക്റ്റഡ്, അപ്രതീക്ഷിതമായ വാതിലുകൾ അവരുടെ തുറന്നു വരട്ടെ. അവരുടെ നിലവിളികൾ മാറട്ടെ, നിന്ദകൾ മാറട്ടെ കർത്താവെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയും സാഹചര്യം എന്തുമായിക്കോട്ടെ, നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന പലതരത്തിലെ വിഷയങ്ങളുടെ മുമ്പിലായിരിക്കും നിങ്ങൾ അതിനോടൊന്നും പ്രതികരിക്കണം. സ്വർഗം പ്രതികരിക്കും. അതെ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അത്ഭുതത്തിന്റെ ദിവസമായിട്ട് കർത്താവ് മാറ്റിയിരിക്കുക. നിരാശപ്പെടേണ്ട. ധൈര്യത്തോടെ മുന്നോട്ട് പോകും. ഹല്ലേലൂയ. ചെങ്കടൽ തന്നെ വിഭാഗിക്കപ്പെടും. നിങ്ങളത് കാണും. നിങ്ങളുടെ മേലെ അങ്ങോട്ട് വിളികിടപ്പുണ്ട്. ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ജോലിയിൽ, സകല മേഖലകളിലും നിങ്ങൾ എടുത്തു പറയത്തക്ക ഒരു അടയാളമായി മാറും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ച്, നിങ്ങൾ എവിടെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടോ, ഏത് മേഖലയിൽ ചോദ്യം ചെയ്യപ്പെട്ടോ, അവിടെയെല്ലാം നിങ്ങളെ ഒരു അനുഗ്രഹമായി, അടയാളമായി കർത്താവ് നിർത്തും. ഗാഡ് ബ്ലസ് യു. ആമേൻ.